വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. അടുത്ത ദിവസം തിരുനാളിന് വന്നുകൂടിയ ഒരു വലിയ ജനക്കൂട്ടം യേശു ജെറുസലേമിലേക്ക് വരുന്നു എന്ന് കേട്ട് ഈന്തപ്പനയുടെ കൈകളെടുത്തുകൊണ്ട് അവനെ എതിരേൽക്കുവാൻ പുറപ്പെട്ടു. അവർ വിളിച്ചു പറഞ്ഞു, ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിൻ്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. യേശു ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയായിരുന്നു ജെറുസലേമിലേക്ക് വന്നത്. സിയോൻ പുത്രി, ഭയപ്പെടേണ്ട, ഇതാ നിൻ്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവൻ്റെ ശിഷ്യന്മാർക്കും ആദ്യം ഇത് മനസ്സിലായില്ല. എന്നാൽ യേശു മഹത്വം പ്രാപിച്ചപ്പോൾ അവനെപ്പറ്റി ഇക്കാര്യങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നുവെന്നും അവനു വേണ്ടി ഇവയെല്ലാം ചെയ്തുവെന്നും അവർ അനുസ്മരിച്ചു. ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അവസരത്തിൽ അവനോടൊപ്പമുണ്ടായിരുന്ന ജനക്കൂട്ടം അവന് സാക്ഷി നൽകിയിരുന്നു. അവൻ ഈ അടയാളം പ്രവർത്തിച്ചെന്ന് കേട്ടതുകൊണ്ടുകൂടിയാണ് ജനക്കൂട്ടം അവനെ സ്വീകരിക്കുവാൻ വന്നത്. അപ്പോൾ ഫരിസേയർ പരസ്പരം പറഞ്ഞു, നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് കാണുന്നില്ല. നോക്കൂ, ലോകം അവൻ്റെ പിന്നാലെ പോയിക്കഴിഞ്ഞു. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശുവിൻ്റെ മഹത്വീകരണ പ്രക്രിയയിലേക്ക് നാം കടക്കുകയാണ്. അവിടുന്ന് സകല ജനത്തിനുമുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയുമായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. പരിശുദ്ധാത്മ നിറവിലൂടെ ചൈതന്യം പ്രാപിച്ചുകൊണ്ട് തൻ്റെ ദൗത്യം ഈ ലോകത്തിൽ ആരംഭിച്ചു. ദരിദ്രരോട് സുവിശേഷം അറിയിച്ചു, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിച്ചു, രോഗികൾക്ക് സൗഖ്യം നൽകി, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകി, മരിച്ചവരെ ഉയർപ്പിച്ചു. ഇങ്ങനെ നന്മ ചെയ്തുകൊണ്ട് ജീവിച്ച അവിടുത്തെ രാജാവാക്കുവാൻ ജനം പരിശ്രമിച്ചു. 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തിയപ്പോൾ അവിടുത്തെ രാജാവാക്കുവാൻ ജനം ആഗ്രഹിച്ചു. എന്നാൽ അവരിൽ നിന്ന് ഓടി അകന്ന യേശു തമ്പുരാൻ തൻ്റെ ദൈവത്വം തെളിയിച്ചുകൊണ്ട് തൻ്റെ ദൗത്യം നിറവേറ്റിക്കൊണ്ട് ജെറുസലേമിലേക്ക് കടന്നു വരുന്ന സംഭവമാണ് ഈ ഓശാന പെരുന്നാളിൽ നാം അനുസ്മരിക്കുന്നത്. ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിച്ചാലും എന്നാണ്. ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ജനം ആർത്തു വിളിക്കുന്ന ഒരു സാഹചര്യം. അടിമത്വത്തിൻ്റെതായ ഒരു ഭാരത്തിൽ നിന്നും അവരെ വിമുക്തരാക്കുവാൻ രക്ഷകൻ കടന്നു വരും എന്നുള്ള ഒരു പ്രത്യാശയിലായിരുന്നു ആ ജനതതി. ആ പ്രത്യാശ യേശുക്രിസ്തുവിൽ അവർ കണ്ടെത്തുകയാണ്. തന്നെ രാജാവാക്കുവാൻ ശ്രമിച്ചപ്പോൾ അവരിൽ നിന്ന് മാറിപ്പോയ യേശു തമ്പുരാൻ, നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നതായി കാണും. ആ കഴുതക്കുട്ടിയെ അഴിച്ചു കൊണ്ടുവരുവിൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. അഴിക്കുമ്പോൾ എന്തിനാണ് അതിനെ അഴിക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഗുരുവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. അപ്രകാരം ശിഷ്യന്മാർ ചെയ്തു. ഒരു കഴുതക്കുട്ടിയെ കൊണ്ടുവന്ന് യേശുവിൻ്റെ മുമ്പിൽ നിർത്തി. അവിടുന്ന് വിനീതനായി ആ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി ജെറുസലേമിലേക്ക് യാത്രയാവുകയാണ്. 2 തരത്തിലുള്ള പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് കാണുന്നത്. 1, അവരുടെ പ്രവൃത്തികളിലൂടെ. 2, അവരുടെ വാക്കുകളിലൂടെ. അവരുടെ പ്രവൃത്തികളിലൂടെ വഴിയരികിൽ നിന്നിരുന്ന ജനം ആ വഴിയിൽ, യേശു വരുന്ന ആ വഴിയിൽ ഒലിവിൻ്റെ കൊമ്പുകൾ ഒക്കെ വെട്ടി നിരത്തി
അവരുടെ വസ്ത്രങ്ങൾ വിരിച്ച് അവിടുത്തെ രാജകീയമായി സ്വീകരിക്കുകയാണ് വഴിയോരങ്ങളിലൂടെ. ആ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ജനം ആർത്തട്ടഹസിക്കുകയാണ് അവരുടെ വാക്കുകളിലൂടെ. ദാവീദിൻ്റെ പുത്രന് ഓശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഓശാന എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ എതിരേൽക്കുന്ന ഒരു സംഭവമാണ് നാം അവിടെ കാണുന്നത്. ജനത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ കടന്നു വന്നവൻ എന്നുള്ള ഒരു പ്രത്യാശയോടുകൂടിയാണ് ജനം അവിടുത്തെ വരവേൽക്കുന്നത്. എന്നാൽ ആത്മീയമായ ഒരു നേതൃത്വത്തിലൂടെ ജനങ്ങൾക്ക് പ്രത്യാശ നൽകുവാൻ തനിക്ക് കഴിയും, അവരെ വിമോചിപ്പിക്കുവാൻ കഴിയും എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് യേശു തമ്പുരാൻ ജെറുസലേമിലേക്ക് കടന്നു വരുന്നത്. ജെറുസലേമിലേക്ക് കടന്നു വരുന്ന അവിടുത്തെ കാണുമ്പോൾ ജനം ആർത്തട്ടഹസിക്കുന്നു. ദാവീദിൻ്റെ പുത്രന് ഓശാന, കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന്. ഈ ആരവം അവിടുത്തെ രാജാവായി അംഗീകരിച്ചുകൊണ്ടുള്ള ഒരാരവമായിരുന്നു. എന്നാൽ അവിടുത്തെ രാഷ്ട്രീയമായ ഒരു നേതൃത്വത്തിലേക്ക് കടന്നു വരുന്ന ഒരു നേതാവിനെ, റോമാക്കാരുടെ ആധിപത്യത്തിൽ നിന്നും അവരെ മോചിപ്പിക്കുന്ന ഒരു നേതാവിനെ ജനം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അതായിരുന്നില്ല. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും അവരെ മോചിപ്പിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ, സ്വന്തം ജീവൻ ബലിയായി അർപ്പിക്കുവാനുള്ള ഒരു ദൗത്യവുമായിട്ടാണ് കടന്നു വന്നത് എന്നുള്ള ഉൾബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവിടുന്ന് വിനീതനായി ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരികയാണ്. കഴുതക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പൗരസ്ത്യ പാരമ്പര്യമനുസരിച്ച് അത് വളരെ എളിമയുടെ, സമാധാനത്തിൻ്റെ ഒരു അടയാളമാണ്. രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ സമാധാനം സ്ഥാപിക്കുവാൻ കടന്നു വരുന്ന ഒരു സമാധാന രാജാവിനെയാണ് അവിടെ കാണുന്നത്. എന്നാൽ ജനം പ്രതീക്ഷിച്ചിരുന്നത് കുതിരപ്പുറത്ത് ജനങ്ങളെ അടിച്ചമർത്തുവാൻ, അടിമത്തത്തിൽ നിന്നവരെ മോചിപ്പിക്കുവാൻ, അവർക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ കടന്നു വരുന്ന വിജയശ്രീലാളിതനായ ഒരു രാജാവിനെയാണ് കുതിരപ്പുറത്ത് അവർ പ്രതീക്ഷിച്ചത്. തികച്ചും വ്യത്യസ്തമായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്ന ഈ രാജാവ് സമാധാനം സ്ഥാപിക്കുവാൻ കടന്നു വരുന്നവനാണ് എന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അവിടുത്തെ എതിരേൽക്കുന്ന ജനതയിൽ അവിടുത്തെ രാജാവായി അംഗീകരിക്കുന്നവരെ, രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം അവർക്ക് നേടിക്കൊടുക്കുവാൻ വന്ന രക്ഷകനായി കാണുമ്പോൾ യേശു തമ്പുരാൻ അങ്ങനെ ഒരു രക്ഷകനായിട്ടല്ല, സമാധാന കാംക്ഷിയായിട്ട്, സമാധാനം പകർന്നു കൊടുക്കുവാൻ വന്നവനായിട്ട് ജെറുസലേമിലേക്ക് കടന്നു വരികയാണ്, അതും രാജാവായി തന്നെ. അപ്പോൾ തൻ്റെ രാജ്യത്വം വെളിപ്പെടുത്തുമ്പോൾ ഐഹികമായ രാജാക്കന്മാരെ പോലെയുള്ള ഒരു രാജ്യത്വമല്ല, ദൈവികമായ ഒരു രാജ്യത്വത്തിൻ്റെ ഉടമയാണ് താനെന്ന്, ആ ദൈവരാജ്യത്തിൽ സന്തോഷവും സമാധാനവും സത്യവും സ്നേഹവും നീതിയും കരുണയും ഔദാര്യവും ഒക്കെ നിറഞ്ഞതാണെന്ന് ഉള്ള ഒരു ബോധ്യത്തിലാണ് യേശു തമ്പുരാൻ അവിടേക്ക് കടന്നു വരുന്നത്. ആ ജയവിളി കേട്ടുകൊണ്ട് അവിടെ കൂടിയിരുന്ന ഫരിസേയരും നിയമജ്ഞരുമൊക്കെ പറഞ്ഞു, ഈ ജനം മിണ്ടാതിരിക്കട്ടെ. കുഞ്ഞുങ്ങളും യുവാക്കന്മാരും യുവതികളും വൃദ്ധന്മാരുമൊക്കെ ദാവീദിൻ്റെ പുത്രന് ഓശാന, കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ എതിരേൽക്കുമ്പോൾ അവരെ തടസ്സപ്പെടുത്തുവാൻ പരിശ്രമിക്കുന്ന ആളുകൾ ആ ജയവിളിയുടെ അർത്ഥം മനസ്സിലാക്കുവാൻ കഴിയാതെ തങ്ങളുടെ അധികാരവും തങ്ങളുടെ അധീശത്വവും ഒക്കെ ഉറപ്പാക്കുന്ന നേതാക്കന്മാരാണ് പറയുന്നത്, ഈ ജനം മിണ്ടാതിരിക്കുവാൻ പറയുക എന്ന്. എന്ത് മറുപടിയാണ് യേശു പറയുന്നത്? ഈ ജനം മിണ്ടാതിരുന്നാൽ ഇവിടെ കിടക്കുന്ന കല്ലുകൾ ആർത്തട്ടഹസിക്കും, ദാവീദിൻ്റെ പുത്രന് ഓശാന എന്ന്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ്, രക്ഷിതാവാണ് കടന്നു വരുന്നത്. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മയുടെ പ്രതിനിധിയാണ് ഇവിടെ കടന്നു വരുന്നത്. സൃഷ്ടിക്കുവാനും രക്ഷിക്കുവാനും പരിപാലിക്കുവാനും
ദൈവം തമ്പുരാൻ നമ്മോട് കാണിക്കുന്ന ഔദാര്യം നാം വിസ്മരിക്കുകയാണ് എങ്കിൽ ഈ പ്രകൃതിയിലെ കല്ലുകൾ, ചേതനയേറ്റ കല്ലുകൾ ആർ തട്ടഹസിക്കും ദാവീദിൻ്റെ പുത്രന് ഓശാന എന്ന്. അപ്പോൾ ഇന്നേ ദിവസം നാം മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തു തൻ്റെ രാജ്യത്വം വെളിപ്പെടുത്തിക്കൊണ്ട് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ കുതിരപ്പുറത്തല്ല കഴുതപ്പുറത്ത് വിനീതനായി കടന്നു വരുന്ന ഒരു രാജാവിനെ, തൻ്റെ ജൈത്രയാത്രയിലൂടെ ലോകത്തിന് പാപം വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി അവിടുന്ന് മാറുകയാണ്. ആ കുഞ്ഞാടായി ജീവിതത്തെ ബലിയർപ്പിക്കുവാൻ വരുന്ന ആ രാജാവ് വിനയാന്വിതനായി ജെറുസലേമിലേക്ക് പ്രവേശിക്കുകയാണ്, ജെറുസലേം പട്ടണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ തമ്പുരാൻ്റെ രാജ്യത്തിലെ അംഗങ്ങളാണ്. യുവർ കിങ്ഡം കം, അങ്ങയുടെ രാജ്യം വരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ രാജ്യത്തിലെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ ദൈവത്തെ നമ്മുടെ രാജാവായി ഏറ്റുപറയുവാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ സർവസ്വമായി ഏറ്റുപറയുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ അധരങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ എല്ലാം തന്നെ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ നാം കടന്നു പോകണമെങ്കിൽ ഞങ്ങളെ രക്ഷിച്ചാലും ഓശാന എന്ന് ആ രക്ഷകനോട് പറയുവാൻ നമുക്ക് കഴിയണം. എപ്പോഴാണ് ആ രക്ഷ വേണ്ടത്? ആ രക്ഷ എനിക്കിപ്പോൾ വേണം, ഇന്ന് വേണം, ഈ സാഹചര്യത്തിൽ വേണം. ആ രക്ഷകൻ്റെ രക്ഷയല്ലാതെ എനിക്കൊന്നുമില്ല. അതിന് ഞാൻ വിനയാന്വിതനായി നമ്മുടെ ജീവിതയാത്ര സ്വർഗീയ ജെറുസലേമിലേക്കുള്ള യാത്രയാണ് എന്ന ബോധ്യത്തിൽ അതിനനുയോജ്യമായ രീതിയിൽ ഒരു സമൂഹമായി തന്നെ യാത്ര ചെയ്യുന്ന, തീർത്ഥാടനം ചെയ്യുന്ന പുണ്യയാത്രക്കാരായി നാം ജെറുസലേമിലേക്ക് പ്രവേശിക്കുവാൻ പരിശ്രമിക്കുക. വളരെ വിനയത്തോടുകൂടി സമാധാനം നൽകിക്കൊണ്ട്, സമാധാനം അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ നമുക്ക് കഴിയുമ്പോൾ കർത്താവെ ഞങ്ങളെ രക്ഷിച്ചാലും എന്ന് പറയുന്ന ആ ഓശാനയുടെ അർത്ഥം മനസ്സിലാക്കുവാൻ കഴിയും. ജീവിതത്തിൻ്റെ ഇളം കൊമ്പുകൾ, അനന്ത സാധ്യതകളുള്ള ആ കൊമ്പുകൾ, അത് ഒരു മരമായി മാറി അതിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കുവാൻ, ആ ഫലം മനുഷ്യർക്ക് പ്രയോജനമുള്ളതാക്കി മാറ്റുവാൻ, അതിൻ്റെ കുരു വീണ്ടും മണ്ണോട് ചേർന്ന് അഴിഞ്ഞ് പുതിയ മുളയായി അനന്ത സാധ്യതകളുള്ള ഒരു വലിയ മരമായി മാറുവാൻ, ഫലദായകമായ ഒരു മരമായി മാറുവാൻ, അനേകർക്ക് സംരക്ഷണം നൽകുന്ന ഒരു മരമായി മാറുവാൻ സാധിക്കണം എന്നുള്ളതാണ് ഞങ്ങളെ രക്ഷിച്ചാലും എന്ന് പറയുമ്പോൾ മനുഷ്യ സമൂഹത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രക്ഷ അവിടുന്ന് ഞങ്ങൾക്ക് തന്നാലും, ഞങ്ങൾക്ക് വിമോചനം തന്നാലും, ഞങ്ങളിലുള്ള എല്ലാ അടിമത്വത്തെയും മാറ്റിയാലും എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഇന്ന്. രണ്ടാമതായിട്ട് യേശു തമ്പുരാൻ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. പട്ടണത്തിലേക്ക് പ്രവേശിച്ച് ആ പട്ടണത്തിലെ ജനതയ്ക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിത ശൈലി കാണിച്ചു കൊടുത്ത അവിടുന്ന്, രാജാതിരാജനായ അവിടുന്ന് വിനീതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്ന ആ രാജാവ്, സമാധാനവും സന്തോഷവും ഒക്കെ ലോകത്തിന് നൽകുന്ന ആ രാജാവ് ദേവാലയത്തിലേക്ക് കടന്നു വരികയാണ്. പുരോഹിതന്മാർ ബലിയർപ്പിക്കുന്ന സ്ഥലമാണ് ദേവാലയം. അവർ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. ജനത്തിന് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചു കൊടുക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്തേക്ക് ആളുകൾ പെരുന്നാളിന് കടന്നു വരുന്ന പശ്ചാത്തലമുണ്ട്. ആ പെരുന്നാളിന് ജെറുസലേം അവരുടെ യഹൂദരുടെ പൊതു ആലയമായിരുന്നതിനാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ പെരുന്നാൾ ആഘോഷിക്കുവാൻ കടന്നു വരും. കടന്നു വന്ന ജനതതി അവരുടെ നാട്ടിലെ നാണയങ്ങൾ ഇവിടെ മാറ്റപ്പെടുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. ബലിക്കായിട്ടുള്ള ബലിമൃഗങ്ങളെ, പ്രാവുകളെ, ചെങ്ങാലികളെ ഒക്കെ അവിടെ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ നാണയമാറ്റത്തിലൂടെയും ലാഭമുണ്ടാക്കുവാൻ മൃഗങ്ങളെയും പറവകളെയും ഒക്കെ സമർപ്പിക്കുവാൻ കടന്നു വന്ന ആളുകൾ ഇവരിൽ നിന്ന് കാശ് കൊടുത്ത് അങ്ങനെയുള്ള കാഴ്ച വസ്തുക്കളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ദേവാലയത്തിൽ സമർപ്പിച്ചിരുന്ന, തങ്ങളുടെ പാപത്തിന് പരിഹാരമായി സമർപ്പിച്ചിരുന്ന പശ്ചാത്തലത്തിലാണ് യേശു തമ്പുരാൻ ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത്.
യഹൂദരുടെ പെരുന്നാൾ ആഘോഷിക്കുന്ന ആ കാലഘട്ടത്തിൽ അവിടുന്ന് ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന് നിരക്കാത്ത, മനുഷ്യർക്ക് നിരക്കാത്ത, മനസാക്ഷിക്ക് നിരക്കാത്ത, ഈ പ്രപഞ്ചത്തിന് നിരക്കാത്ത ക്രയവിക്രയങ്ങൾ നടക്കുന്നതായി കാണുകയാണ്. അവിടുന്ന് കോപാകുലനാവുകയാണ്. ബൈബിളിൽ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ യേശു കോപാകുലനായി കാണപ്പെട്ടു എന്ന് പറയുന്നുള്ളൂ. അവിടുന്ന് ദേവാലയത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ഒരു ചാട്ടവാറെടുത്ത് അവിടെ ക്രയവിക്രയം ചെയ്തിരുന്നവരെ അടിച്ചു പുറത്താക്കുകയാണ്. നാണയമാറ്റക്കാരുടെ മേശ തട്ടിമറിച്ചിടുന്നു. പ്രാവുകളെ എടുത്തുകൊണ്ട് പോകുവീനെന്ന് ആവശ്യപ്പെടുന്നു. ഇത് പ്രാർത്ഥനാലയമാണ്, നിങ്ങളിത് കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. കള്ളന്മാർ കൊള്ളയടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളൊക്കെ അവരുടെ കൊള്ളയടിക്കപ്പെട്ട മുതൽ സൂക്ഷിക്കുന്നത് അവരുടെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലായിരുന്നു. അപ്പോൾ അതിനെ പ്രാർത്ഥനാലയത്തെ, പാപപരിഹാരം സ്വീകരിക്കുവാനുള്ള സ്ഥലത്തെ, ദൈവികമായ കൃപ പ്രാപിക്കുവാനുള്ള സ്ഥലത്തെ എന്തിനു വേണ്ടിയാണെന്ന് മറന്നുകൊണ്ട് ലാഭേച്ഛയോടുകൂടി പ്രവർത്തിച്ച ആളുകളെ അവിടുന്ന് അടിച്ചു പുറത്താക്കി, ഇത് പ്രാർത്ഥനാലയമാണ്, നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞ് ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന ഒരനുഭവമാണ് നാം അവിടെ കാണുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾക്കറിയില്ലേ? ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമാണ്, അത് നിങ്ങൾ തന്നെ. ഈ വിശുദ്ധ ആലയങ്ങളായി തീരുവാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന നാം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് എല്ലാ തിന്മകളും പൊട്ടിപ്പുറപ്പെടുന്നത്, ഹൃദയത്തിൽ നിന്നാണ് എല്ലാ നന്മകളും പൊട്ടിപ്പുറപ്പെടുന്നത് എന്ന് ഗലാത്യക്കാർക്ക് ലേഖനം 5-ാം അധ്യായത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ, ചതിയും വഞ്ചനയും അസൂയയും കലഹവും വിദ്വേഷവും മദ്യപാനവും മധുരോത്സവവും ഒക്കെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ആ ഹൃദയത്തിൽ ദൈവത്തിന് നിരക്കാത്ത, മനുഷ്യർക്ക് നിരക്കാത്ത, മനസാക്ഷിക്ക് നിരക്കാത്ത, ഈ പ്രപഞ്ചത്തിന് നിരക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എടുത്തു മാറ്റുവാൻ, അതിനെ അടിച്ചു പുറത്താക്കുവാൻ നാം നടത്തുന്ന പരിശ്രമമാണ് അത് ദേവാലയമാക്കി മാറ്റുന്നത്. ദൈവം വസിക്കുന്ന, ദീപം ജ്വലിക്കുന്ന ദേവാലയമാക്കി അതിനെ മാറ്റണം എങ്കിൽ സത്യവും സ്നേഹവും നീതിയും കരുണയും ഔദാര്യവും ദീർഘശാന്തതയും ക്ഷമയുമാകുന്ന നല്ല ഗുണങ്ങളാൽ നമ്മുടെ ഹൃദയത്തെ നാം നിറയ്ക്കണം. അങ്ങനെയുള്ള ഹൃദയമാണ് ഒരു ദേവാലയം. ദൈവം വസിക്കുന്ന ആ ദേവാലയമായി നാം ഓരോരുത്തരും മാറുമ്പോൾ നമ്മിലെ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനും മറ്റുള്ളവരിലുള്ള ദൈവസാന്നിധ്യം കണ്ടെത്തുവാനും നമുക്ക് കഴിയും. അങ്ങനെ ഞങ്ങളെ രക്ഷിച്ചാലും ഇപ്പോൾ രക്ഷിച്ചാലും എന്ന് നമുക്ക് തമ്പുരാനോട് പറയുവാനുള്ള ഒരവസരമാണ് ഈ ഓശാനയുടെ അവസരം. പ്രിയ സഹോദരങ്ങളെ, ഈ ഓശാന പെരുന്നാളിൽ നമുക്ക് തമ്പുരാനെ വരവേൽക്കുവാൻ എങ്ങനെ കഴിയും എന്ന് ചിന്തിക്കുമ്പോൾ നിശ്ചയമായും ലാസറിനെ ഉയർപ്പിച്ച ശേഷം യേശു തമ്പുരാൻ ആ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ജനം വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. മരിച്ച ലാസറിനെ ഉയർപ്പിച്ച അവിടുന്ന് ജനത്തിനൊരു പ്രത്യാശ നൽകുകയാണ്. മരണത്തിൽ നിന്ന് ജീവനിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ഞങ്ങളെ നയിച്ചാലുമെന്ന് ബൃഹദാരണ്യ ഉപനിഷത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഇവിടെ ലാസറിനെ ഉയർപ്പിച്ച ശേഷം യേശു തമ്പുരാൻ ജെറുസലേമിലേക്ക് വരുമ്പോൾ ജനത്തിനുള്ള ആ വലിയൊരു സന്തോഷമാണ് ഇവിടെ കാണുന്നത്. പ്രിയ സഹോദരങ്ങളെ, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക, ഇതാ നിൻ്റെ രാജാവ് നിൻ്റെ അടുക്കിലേക്ക് വരുന്നു, അവൻ പ്രതാപവാനും ജയാലിയുമാണ്, അവൻ വിനയാന്വിതനായി പുറത്തു വരുന്നു എന്ന് സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 9-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക, ഇതാ നിൻ്റെ രാജാവ് നിൻ്റെ അടുക്കിലേക്ക് വരുന്നു, പ്രതാപവാനും ജയശാലിയുമാണ് അവിടുന്ന്, അവൻ വിനയാന്വിതനായി ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു എന്ന് പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ജെറുസലേം പുത്രി അത് എല്ലാവരുടെയും സഹോദരിയാണ്, ദൈവത്തിൻ്റെ മകളാണ്,
ദൈവം നൽകിയിട്ടുള്ള വലിയ ദാനമാണ്. ആ പട്ടണത്തിലേക്കാണ്, ആ ദേവാലയത്തിലേക്കാണ് യേശു കടന്നു വരുന്നത്. ആ ദൈവത്തെ ഇന്ന് നാം സ്വീകരിക്കുവാൻ, രക്ഷകനിൽ നൽകുന്ന ആ രക്ഷ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം. യേശു രക്ഷകനാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മെ മോചിപ്പിക്കുവാൻ മറ്റൊരു ശക്തിക്കും സാധ്യമല്ല. യേശുവാകുന്ന ആ ശക്തിക്ക് മാത്രമേ നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ മോചിപ്പിക്കുവാൻ, അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് രക്ഷകൻ്റെ വരവിനെക്കുറിച്ച് 118-ാം സങ്കീർത്തനത്തിൽ വളരെ പ്രത്യേകമായി പ്രതിപാദിക്കുന്നത് നാം ശ്രവിക്കുമ്പോൾ, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാണ്. ആ രക്ഷകൻ നമുക്ക് അനുഗ്രഹീതനാണ്. 118-ാം സങ്കീർത്തനം പറയുന്നത് പോലെ ആ രക്ഷകനിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും അനുഗ്രഹീതരായി തീരണം എന്നുള്ളതാണ്. തൻ്റെ പരസ്യ ജീവിതത്തിൽ വിവിധ സന്ദർഭങ്ങളിൽ യെരുശലേം ദേവാലയത്തിൽ പ്രവേശിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ അവിടുന്ന് പ്രവേശിക്കുന്നത്. ആ ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന യേശു തമ്പുരാൻ ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെ നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കുവാൻ, നാം ആരാധിക്കുന്ന ദേവാലയത്തെ അതിനനുയോജ്യമായ രീതിയിലാക്കി തീർക്കുവാൻ ക്ഷണിക്കുകയാണ്. കുരിശുമരണത്തിൻ്റെ രക്ഷാകരമായ സമയം അടുത്തെത്തിയിരിക്കുന്നു. ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന മിശിഹ യേശുക്രിസ്തു രക്ഷകൻ ഇതാ ഇവിടെ എത്തിയിരിക്കുന്നു. വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നു. ആ ഇടപെടലിൽ ദൈവത്തെ കാണുവാനും തിരിച്ചറിയുവാനും അവൻ്റെ തിരുവചനങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് അവനെ ഓശാന പാടുവാനും സഭ നമ്മെ ക്ഷണിക്കുകയാണ്. യഹൂദർ പ്രതീക്ഷിച്ചിരുന്ന ഒരു ശക്തനായ രാജാവിനെ അല്ല അവിടെ കാണുന്നത്. അവിടെ ഫിലിപ്പിയക്കാർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ നാം കാണുന്നത് പോലെ സ്വയം ശൂന്യനാക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് നാം കാണുന്നത്. അവിടുന്ന് സ്വയം ശൂന്യപ്പെടുത്തുമ്പോൾ അതുവഴിയായി നമുക്ക് ജീവനുണ്ടാകുവാൻ, അത് സമർത്ഥമായി ഉണ്ടാകുവാനുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അവിടുന്ന് തന്നെ ശൂന്യപ്പെടുത്തി ദാസൻ്റെ രൂപമെടുത്ത് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്ന വിനീതനായ ആ രാജാവിനെ നാം കാണുന്നത്. നിത്യരക്ഷ ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്ന ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ സ്വീകരിക്കേണ്ട ചില നിലപാടുകളാണ്, അതിൻ്റെ ആകത്തുകയാണ് യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള പ്രവേശനം. രക്ഷകനാണെന്ന് തിരിച്ചറിഞ്ഞ് യേശുവിൽ നാം പുതിയ ഒരു സൃഷ്ടിയായി മാറണം. നമ്മിലുള്ള പഴയവയൊക്കെ അകറ്റിക്കൊണ്ട് പുതിയ വസ്ത്രങ്ങൾ നമ്മുടെ മുമ്പിൽ വിരിച്ചുകൊണ്ട് ഈന്തപ്പനകളുടെ അനന്ത സാധ്യതയുള്ള ശാഖകൾ എടുത്തുകൊണ്ട് ദാവീദിൻ്റെ പുത്രന് ഓശാന, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ യേശു മാത്രമാണ് രക്ഷകൻ എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. പണമോ പ്രതാപമോ സുഖമോ സൗകര്യമോ അധികാരമോ ഒന്നും നമുക്ക് രക്ഷ നൽകുകയില്ല. ഞങ്ങളെ രക്ഷിച്ചാലും ഇപ്പോൾ രക്ഷിച്ചാലും എന്ന് ബാലന്മാരും യുവാക്കന്മാരും യുവതികളും വൃദ്ധന്മാരും അങ്ങനെ ആബാലവൃദ്ധം ജനങ്ങൾ യേശുവിനെ ഓശാന പാടി വരവേറ്റുവെങ്കിൽ അവരോടൊപ്പം നിന്നുകൊണ്ട് നാം ഓരോരുത്തരും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നല്ല പ്രവൃത്തികളിലൂടെ ഞങ്ങളെ ഇപ്പോൾ രക്ഷിച്ചാലും എന്ന് പറയുന്ന രക്ഷയുടെ അനുഭവത്തിലേക്ക് നാം കടന്നു വരണം എന്നുള്ളതാണ്. നാം മാത്രമല്ല, സകല മനുഷ്യരും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം. ഈ പ്രപഞ്ചത്തിലെ സമസ്ത സൃഷ്ടവസ്തുക്കളും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം. അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഓശാന എന്ന് പാടിയ ആ ജനതയോടൊപ്പം നമുക്കും കർത്താവെ ഞങ്ങളെ രക്ഷിച്ചാലും, ഞങ്ങളെ എല്ലാവരെയും രക്ഷിച്ചാലും, ഈ പ്രപഞ്ചത്തെ രക്ഷിച്ചാലും എന്ന് നമുക്ക് തമ്പുരാനോട് പറയാം. നമുക്ക് ജെറുസലേമിലേക്ക് ജൈത്രയാത്ര യേശുവിനോടൊപ്പം നടത്തി ആ പട്ടണത്തിലെത്തിച്ചേർന്ന് ആ ദേവാലയത്തിൽ ഇറ്റേണൽ ജെറുസലേമിൽ അവിടുത്തെ നിരന്തരമായി സ്തുതിച്ചുകൊണ്ട് ദൈവത്തോടു കൂടി ആയിരുന്നു കൊണ്ട് ദൈവിക അനുഭവത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ രക്ഷിച്ചാലും എന്ന് ഈ ഓശാന പെരുന്നാളിൽ നമുക്ക് വളരെ വിനയത്തോടു കൂടി തമ്പുരാൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവിടുത്തെ രക്ഷകനായി അംഗീകരിച്ചുകൊണ്ട്
അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. അതിനുവേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം വിനീതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി ജെറുസലേമിലേക്ക് ജൈത്രയാത്ര നടത്തിയ ദൈവം, ആ ദേവാലയത്തെ ശുദ്ധീകരിച്ച ദൈവം നമ്മെയും നമ്മുടെ ജീവിതയാത്രയിൽ ശുദ്ധീകരിച്ച് ശക്തീകരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.